ഹലോ, യാര്? ഞാൻ മണികണ്ഠ മൂത്താശാരി. യാര് വേണം? ആ കൊടുക്കലാമേ, കൊടുക്കലാമേ. പ്രേമ, പ്രേമ, നിനക്കൊരു ഫോൺ. ആ, തമിഴന്മാർക്ക് വരെ എന്റെ നമ്പർ അറിയാം, മലയാളികൾക്ക് അറിയില്ല. കുശുമ്പനെ വൈത്തി എങ്ക ഇരുന്ന്? தேங்க்ஸ்டா. நான் கூட வரேன். ஐயோ அது நடக்காது, இங்கே அப்பா தனியாக தானே. ஓகே ஓகே தேங்க்ஸ். വേല കുട്ടി ഇങ്ങി വാ. അങ്ങനെ ഈ വേലായുധം കുട്ടിയോട് ഗുഡ് ബൈ പറയാറായി. നാളെ മുതൽ നിനക്ക് പഴയ കൺമണിയാകാം. വൈത്തി തിരിച്ചെത്തി. ഇന്ന് തന്നെ വേണമെങ്കിൽ ചെന്നോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഇവിടുത്തെ സെറ്റപ്പൊക്കെ ഒന്ന് ശരിയാക്കണമല്ലോ. നാളെ രാത്രി വണ്ടിക്ക് വിടാം, ഞാനും കൂടെ വരാം. പോലീസും കേസും ഒക്കെ ഉള്ളതാണല്ലോ. ഈ വേഷം അവിടെ ചെല്ലുന്നവരുള്ളത് നല്ലതാ. ദൈവമേ, നീർപ്പോള മേലുള്ള ഒരു കളിയായിരുന്നു. അതെങ്ങാനും പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈശ്വരാ, ചിന്തിക്കാൻ വയ്യ. ചെന്ന് പണി തുടങ്ങിക്കോ. പോകുന്ന കാര്യം ഞാൻ പ്രസന്റ് ചെയ്തോളാം. ഞാൻ പോകുന്നില്ല. നീ എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ. നിങ്ങളെ ഒന്നും വിട്ടിട്ട് പോകാൻ എനിക്ക് വയ്യ. അത്രേ ഉള്ളൂ. അന്നാ ട്രെയിന് തലവെച്ചിരുന്നെങ്കിലോ? ജീവിതത്തിൽ ഇങ്ങനെ പല പല ഘട്ടങ്ങൾ ഉണ്ടാകും കുട്ടി. തിരുപ്പൂര് പോയി അവിടുത്തെ അന്തരീക്ഷവും ക്ലൈമറ്റും അവിടുത്തെ സുഹൃത്തുക്കളും ഒക്കെ യോജിച്ച് കഴിയുമ്പോഴേ ഇതങ്ങനെ മാഞ്ഞില്ലാതാവും. ചെന്ന് പണി നോക്ക്. ഇല്ല, ഞാൻ പോണില്ല. വാശി പിടിക്കല്ലേ? ഇപ്പൊ തന്നെ ക്ഷമയുടെ നെല്ലിപ്പല്ലയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി എനിക്ക് പറ്റില്ല. നാളെ രാവിലെ 7 മണിക്ക് ഒരു ബസ്സുണ്ട്. ടിക്കറ്റ് ഞാൻ തന്നെ ബുക്ക് ചെയ്തോളാം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നീ വേണമെങ്കിൽ പൊക്കോ. വേലായുധം കുട്ടി ഇവിടുന്ന് ഒരു സ്ഥലത്തേക്കില്ല. നീ പേടിക്കണടാ, ഞാനാ ഇവിടുത്തെ മൂത്താശാരി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. നിനക്ക് ഇഷ്ടമുള്ള കാലം വരെ നിനക്ക് വേണ്ട. ഇവന്റെ ചാടിത്തുള്ളലൊക്കെ ഞാൻ നിർത്തി തരാം. ചെന്ന് പണിയെടുക്ക്. ഞാൻ എന്താടാ മക്കുണ? അല്ല, മനസ്സിലാവാണ്ട് ചോദിക്ക. നിനക്ക് എന്തിന്റെ കേടാ? ആ ചെറുക്കൻ ഒരുവിധം ഭംഗിയായിട്ട് പണി പഠിച്ചോണ്ടിരിക്കുക. നല്ല അടക്കം, നല്ല ഒതുക്കം, നല്ല വിനയം, നല്ല ഒന്നാന്തര സ്വഭാവം. അവരിഷ്ടല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവരെ പിടിച്ച് കയറ്റി അയക്കാൻ പോണേ? പോലീസിന്റെ ഇടി ഇല്ല. എന്നാ താമസിയാതെ മൂത്താശ്ശേരി അതിന്റെ സ്വാതറിയും. പോലീസ്, ജയില്, ലോക്കപ്പ്, ഫുൾ ടൈം ബിസി ആയിക്കോളും. ജീവിക്കാൻ വേറെ എന്തെങ്കിലും പണി കണ്ടുപിടിക്കാൻ ഭാര്യയോട് മോനോട് പറ. നിന്റെ തലയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചു? ഇവിടെ മനുഷ്യ, അത് വേലായുധം കുട്ടിയല്ല, കൺമണിയാണ്. റോയ് മാത്യൂസിന്റെ വീട്ടിൽ നിന്ന് കാണാതായി പോയ പെൺകുട്ടി. നീ എന്താ പറഞ്ഞേ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞല്ലോ നീ. ആരോടും പറയല്ല. സത്യം ചെയ്. സത്യം. തലയെ തൊട്ട് സത്യം ചെയ്. എന്റെ തലയെ തൊട്ട് സത്യം. ശോഭനെ, ശോഭനെ. എന്താ എന്താ സുഖല്ലേ? വന്നപ്പോ മുതൽ തുടങ്ങിയാണല്ലോ. ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? പേടി തട്ടിയതായിരിക്കും. ഒന്ന് ഒഴിഞ്ഞിടാം. ഒന്നുമില്ലടി. കോഴിക്കോട് അടച്ചാ? കോഴിക്കോടോ? അതൊക്കെ എപ്പോഴേ അടച്ചു? എന്തേ? ആടിന് വെള്ളം കൊടുത്താ? ആടിനൊക്കെ വെള്ളം കൊടുത്തു. പിന്നെന്താന്ന്? പിന്നെന്താ? ഇങ്ങോട്ട് നിന്നേ. ശോഭനെ, എന്താ? എന്താന്ന്? ഇങ്ങനെ ഒരു മനുഷ്യൻ. പ്രേമ, പ്രേമ, ഇങ്ങോട്ട്
പ്രേമ പ്രേമ ആരാ ഇങ്ങോട്ട് വാ ഏതാ? ഇങ്ങോട്ട് വാ എന്താ എൻ്റെ അമ്മേ ഒരു ഗ്ലാസ് വെള്ളം വേഗം കൊണ്ടുപോടോ. എന്താ ഒഴിച്ചോ. ഒരു ഗ്ലാസ് കൊണ്ട് ചോദിച്ചോളൂ. എന്റെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഉരുണ്ട് കേറുന്നു. എന്ത് പറ്റി? എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എന്ത് പറ്റി മണികണ്ഠൻ ചേട്ടാ? ഞാൻ എന്റെ ഭാര്യയോടെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. എന്ത്? ഇത്രയും വലിയ രഹസ്യം സൂക്ഷിക്കാനുള്ള കൽപ്പിരിക്കില്ല എന്റെ പ്രേമ. ഭാര്യയോടെന്നല്ല ഒരാളോട് പോലും പറയരുത്. അവൾ ഇവിടുന്ന് പോയാലും പോയാലും പ്രശ്നമല്ലേ? ജീവിതത്തിൽ ഒരിക്കലും. കിടന്ന് ഉറങ്ങണോ? ഒരു ഗ്ലാസ് വെള്ളം എന്താ? ആ കിണറ്റിന്ന് ചാടി കുടിക്കണോ? പോടോ. നീ പോയി ചാടറ. ഉഷ്. എന്താ പ്രേമ? പ്രേമചന്ദ്രന്റെ കൂടെ താമസിക്കുന്ന വേലായുധം കുട്ടിയില്ലേ, അവനാണല്ല പെണ്ണ കൺമണി. നമ്മുടെ റോയ് മാത്യു സാറിന്റെ വീട്ടിൽ നിന്ന് കാണാതായ തമിഴത്തി കൺമണി. പകല രാത്രിയാ? താനിപ്പോ എന്താടോ പറഞ്ഞേ? പാളിപ്പോയാ? എടോ താനിപ്പോ എന്താ പറഞ്ഞെന്ന്? എണ്ണ തേച്ച് കുളിക്ക്. കൺമണി എവിടെ താൻ പറഞ്ഞത്? പറയാൻ കൊള്ളൂ? എടോ കൺമണി എവിടെയുണ്ടെന്ന്? വിഷമം കൊണ്ടാ? മര്യാദയ്ക്ക് സത്യം പറയടോ. വയറിളക്ക് തന്നെ ഞാനിന്ന് എന്റെ അയ്യോ.